ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം അല്ലെ? അതെ, ഫിനാൻസ് ഫുൾ കൊടുക്കട്ടെ നമുക്ക്. സിബിലും കാര്യങ്ങളൊക്കെ ഓക്കെ, ഫുൾ ഫിനാൻസ് കൊടുക്കാം നമുക്ക്. ഇതും ഫുൾ ആണ് അല്ലേ? അതെ, 60,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. നമുക്ക് വണ്ടി 10-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഓട്ടോമാറ്റിക് ആണ്, 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ? നമുക്ക് ഓണത്തിന്റെ ഓഫർ ആയിട്ട് നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5.5 ലക്ഷം രൂപക്ക് നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ഫുൾ ഫിനാൻസും കൊടുക്കട്ടോ. ഫുൾ ഫിനാൻസും കൊടുക്കാം. വെറും 6 ലക്ഷം രൂപക്ക് ഡീസൽ വണ്ടിയാണ്. അത് 85,000 കിലോമീറ്റർ. ലോൺ എത്ര വരെ ചെയ്യാം? ലോൺ നമുക്ക് ഫുൾ ചെയ്യാം. ഇതും ഫുൾ ആണ്, ഡീസൽ വണ്ടിയാണ്. നമുക്ക് 0 ഡൗൺ പേയ്മെന്റ്, നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി രൂപ. അതെ, ഫുൾ ഓൺ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ചെറിയ കിലോമീറ്റർ ഒരിക്കലുള്ള വണ്ടി. ഒരു 6 സീറ്റർ വാഹനമാണ്, XL6 നെക്സൈൽ വരുന്ന വാഹനമാണ്. മാരുതി സുസുക്കി 87 കൊടുവള്ളി രജിസ്ട്രേഷൻ, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം. ഫുൾ ഫിനാൻസ് കൊടുക്കട്ടോ. ഇതും ഫുൾ ഫിനാൻസിലാ. അപ്പൊ നമുക്ക് 7 സീറ്ററുകളൊക്കെ നമുക്ക് ഫുൾ ഫിനാൻസിൽ കിട്ടുന്ന നല്ലൊരു അടിപൊളി പാർട്ടാണ്. ഡിയർ ഫ്രണ്ട്സ്, കാർ എന്ന സ്വപ്നം നമുക്ക് ഇതാ ഇവിടെ പൂർത്തീകരിക്കാം. കാരണം നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് 20ഓളം കാറുകൾ. അപ്പൊ നമുക്ക് EMI എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? നമുക്ക് SUV-കളാവട്ടെ, ചെറുവാഹനങ്ങളാവട്ടെ, സെഡാനുകളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ്. സോ നമുക്ക് കാറ് വാങ്ങാനുള്ള ആഗ്രഹം നമുക്ക് ഈ ഒരു ഓണത്തിന് പൂർത്തീകരിക്കാം. നമുക്ക് അതിന് നമ്മളെ കൂടെ എന്നുള്ളത് വിക്ടോറിയ ആണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല 10-60ഓളം കളക്ഷൻസ് ഉണ്ട്. എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ലെവലിലുള്ള വാഹനം നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര പ്രീമിയം ആവട്ടെ, സെമി പ്രീമിയം, SUV-കൾ, ചെറു കാറുകൾ, ആഷ് ബാഗുകളൊക്കെ നല്ലൊരു കളക്ഷനുള്ള ഒരു അടിപൊളി പാർട്ടാണ്. സോ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മാക്സിമം വാഹനങ്ങളാണ് കാണിക്കുന്നത്. സോ നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 രൂപ പോലും മുടക്കാതെ നമുക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാന്നുള്ളതാണ്. നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് അഫ്സൽക്ക, നമ്മൾ ഈ ഒരു വിക്ടോറിയന്റെ വീഡിയോ ആദ്യമെങ്കിലും കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചേരാം? ഇത് മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി. നമുക്ക് ടോട്ടൽ എത്ര കളക്ഷൻസ് ഉണ്ട്? ഏകദേശം ഒരു 70 കളക്ഷൻ ഉണ്ടല്ലേ? ഏകദേശം നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് എത്ര വാഹനങ്ങളുണ്ടാവും? 20-25 വാഹനങ്ങളുണ്ടാവും. 10-25 വാഹനങ്ങൾ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ്. എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും എല്ലാ റേഞ്ചിലും ഉണ്ട്. SUV-കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയുടെ ഇടയിൽ പറയാം. അപ്പൊ നേരെ നമുക്ക് ഒരു ചെറുവാനത്തിൽ നിന്ന് തുടങ്ങാം. ന്യൂ മോഡൽ വാഗ്നർ അല്ലേ? 67 രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ 2022 വണ്ടി VXI ഓട്ടോമാറ്റിക് 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, അപ്പൊ നമുക്കൊരു ഓട്ടോമാറ്റിക്കും ആണ്, VXI ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതെ. ഇതിന് നമുക്ക് മൈലേജ് ഒക്കെ എത്ര പ്രതീക്ഷിക്കാൻ വരും? മൈലേജ് 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ അല്ലേ? അതെ. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 16,000 കിലോമീറ്റർ. ഓ, ലോ കിലോമീറ്റർ തന്നെ പറയാം. ഇതിനൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അതും 16,000 കിലോമീറ്റർ തന്നെ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടി അറിഞ്ഞു കൊടുക്കാം. ഫോട്ടോ പവർവിന്റെ ഇലക്ട്രിക്കൽ മിറേഴ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, 9-inch ടച്ച് സ്ക്രീന് കാര്യങ്ങൾ, പക്ഷെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ഓട്ടോമാറ്റിക്കും ആണ്. 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ? നമുക്ക് ഓണത്തിന്റെ ഓഫർ ആയിട്ട് നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5.5 ലക്ഷം രൂപക്ക് നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അത് ഫുൾ ഫിനാൻസും കൊടുക്കട്ടോ. ഫുൾ ഫിനാൻസും കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റ് ഒരു ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? അടുത്ത നമുക്ക് ഒരു ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഒരു സബോമീറ്റർ SUV കിയയുടെ സോണറ്റ്. അതെ, എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 പെട്രോൾ വേരിയന്റ് HDK പ്ലസ്. HDK പ്ലസ് അല്ലേ? അതെ. സൺറൂഫ് വരുന്നില്ല. സൺറൂഫ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും വരുന്നില്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 31,000 കിലോമീറ്റർ. 31,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? അതെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 7,80,000 രൂപ കൊടുക്കാം. ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. അതെ. 80 നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. ഫിനാൻസ് ഫുൾ കൊടുക്കട്ടെ നമുക്ക്. സിബിലും കാര്യങ്ങളൊക്കെ ഓക്കെ, ഫുൾ ഫിനാൻസ് കൊടുക്കാം നമുക്ക്. ഇതും ഫുൾ ആണ് അല്ലേ? അതെ. ഇതിലൊക്കെ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങൾ, പിന്നെ എന്റെ ഒന്നും കാര്യങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത്രയും ഫീച്ചേഴ്സ് നമുക്ക് കൊടുക്കുന്ന ക്യാഷ് എന്തായാലും വർത്തിയായിട്ടുള്ള ഫിറ്റിംഗ്സ് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ നമുക്ക് വെറും 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, 2021 മോഡൽ അല്ലേ? നമുക്ക് ഏകദേശം ഫുൾ ഓൺ തന്നെ ചെയ്യാം. ദെൻ ഒരു ഡീസൽ ബ്രസ്സാല. നല്ല മൈലേജും ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് മാരുതി സുസുക്കി വിചാര ബ്രസ്സ. 24 ആണ് രജിസ്ട്രേഷൻ. ഒരു 18-20 മൈലേജ് പ്രതീക്ഷിക്കാം. കൺഫേം ആയിട്ട് കിട്ടും. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? സെക്കൻഡ് ഓണർഷിപ്പ് 2018 മോഡൽ. ഇതിലൊക്കെ നല്ല പൊളിയാണല്ലോ. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2018 മോഡല് 85,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. 2018 85,000, അതും സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അല്ലേ? അതെ. നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? നമുക്കൊരു ഓഫർ പ്രൈസിൽ 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപക്ക് അതെ. ഒരു പക്ക ഒരു ആഷ് ബാഗിന്റെ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം അല്ലേ? വെറും 6 ലക്ഷം രൂപക്ക് ഡീസൽ വണ്ടിയാണ്. അത് 85,000 കിലോമീറ്റർ. ലോൺ എത്ര വരെ ചെയ്യാം? ലോൺ നമുക്ക് ഫുൾ ചെയ്യാം. ഇതും ഫുൾ ആണ്, ഡീസൽ വണ്ടിയാണ്. നമുക്ക് 0 ഡൗൺ പേയ്മെന്റ്, നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. ഈ ക്രെറ്റയുടെ സെക്കൻഡ് ജനറേഷൻ അല്ലേ? റെഡ്. എങ്ങനെയായിരുന്നു? 2018 മോഡല് 19 റേസർ.
2018 19 രജിസ്റ്റർ അല്ലേ? അതെ 1.4 ആണ്. ആ നല്ല മൈലേജ് ഉണ്ടാവും അല്ലേ? അതെ അതെ. ഓക്കെ. അതേപോലെ തന്നെ ഡീസൽ അല്ലേ വരുന്നത്? ഡീസലാണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 83,000 കിലോമീറ്റർ. 83,000 കിലോമീറ്റർ അല്ലേ? അതെ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര നമ്മള് ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 8,26,000 രൂപ കൊടുക്കാം. 8,15 ലക്ഷം രൂപക്ക് കൊണ്ടുപോകാം. അതെ. അതുകൊണ്ട് ഡീസൽ 1.4 നല്ലൊരു കിഡ്ലൻ ക്രെറ്റ ഡീസൽ വണ്ടിയാണ് വരുന്നത്. എത്ര നമ്മള് പിന്നെ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 0 ഇറക്കാം നമുക്ക്. അതും 0 ഡൗൺ പേയ്മെന്റ് അല്ലേ? അപ്പൊ നമുക്ക് ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റും. ഡീസലാണ്, 1.4 ആണ്. ഒക്കെ എസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ട് നല്ലൊരു വാഹനം. ഇനി അതിന്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാവണം. ഒന്നുകൂടെ നമുക്ക് നല്ലൊരു കിഡ്ലം ക്രെറ്റ ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 മോഡൽ. 16 മോഡൽ അല്ലേ? 1.6 ആണ്. 1.6 ആണ് ഏറ്റവും ടോപ്പ് ലോഡ് അല്ലേ? അല്ല ഫുൾ ഓപ്ഷൻ അല്ല, SX ഉള്ളൂ. SX ആണ് അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡ്ലൻ ഇന്റീരിയർ ആണ്. അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യിക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.21. 1.25. ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ അല്ല? ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. സർവീസ് ഒക്കെ കഴിഞ്ഞാണത്? എല്ലാ സർവീസും. ഇതിന്റെ ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് കേട്ടോ. ഉണ്ട് അല്ലേ? ഓക്കെ. അത് കമ്പനി തന്നെയാണ് കമ്പനി മാറിയ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. അതെ. നമ്മള് മറ്റു മേജറായ പ്രശ്നങ്ങൾ മേജറായിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇതിന് 7,26,000 രൂപ കൊടുക്കാം. 7,25,000 ഒരു ബെസ്റ്റ് പ്രൈസ്. ഒരു 10,60,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. നമുക്ക് വണ്ടി 10-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തൊരു വെന്യൂ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡൽ. 2022 മോഡൽ അല്ലേ? L27 ആണ്. സിംഗിൾ ഓണർഷിപ്പ് 26,000 കിലോമീറ്റർ ഓടിയ. ഓ ചെറിയ കിലോമീറ്റർ ആണ് അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡ്ല ഇന്റീരിയർ ആണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി പറയാം. ഗ്യാരണ്ടി പറയാം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ 26,000 കിലോമീറ്റർ 2022 വണ്ടി. ഇത് നമ്മള് സിവിലും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് ഫുൾ ഫിനാൻസ് കൊടുക്കാം. 8 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ്. 8 ലക്ഷം രൂപ? അതെ ഫുൾ ഓണിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ചെറിയ കിലോമീറ്റർ ഓടി ഒരു കിഡ്ല വണ്ടി അല്ലേ? അതിന്റെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട് അല്ലേ? അതെ. അതിന് ഏകദേശം ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നതാണ്. അതെ. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2023 മോഡൽ 24 രജിസ്റ്റർ. 2023 മാനുഫാക്ചറിങ് 24 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ലേ? 2,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ പക്ക ഷോറൂം കണ്ടീഷൻ പക്ക ലോ കിലോമീറ്റർ വെറും 2,500 കിലോമീറ്റർ. നമുക്ക് സിംഗിൾ ഓണർ ആയിരിക്കും അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമുക്ക് 8,90,000 കൊടുക്കാം. 8,90,000 അല്ലേ? അതെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല? ഇതിന്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഷോറൂം ഹിസ്റ്ററിയിലുണ്ട് അല്ലേ? ഷോറൂം തന്നെയാണ് മാറിയത്. അതെ. പക്ഷെ നമുക്ക് എത്ര വണ്ടി ഇറക്കാം? 0 ഇറക്കാം. ഇതും 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം എന്നുള്ളതാണ്. അപ്പം വെറും 2,500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം. ഇത് നമുക്ക് ഒരു ഫോർച്യൂണർ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2014 2 വീലർ ഓട്ടോമാറ്റിക് റീ രജിസ്ട്രേഷൻ വണ്ടി. ഓ 4 ടയറും ഫുൾ കട്ട ടയറാണ് അല്ലേ? കമ്പനി സർവീസിലെ വണ്ടി കേട്ടോ. ഫുള്ള് സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. 1.70 ഓടിയിട്ടുള്ളൂ. കേരള വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 14 ലക്ഷം രൂപ കൊടുക്കാം. 14 ലക്ഷം അല്ലേ? നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 12,000-13,000 ഒക്കെ ചെയ്യാം. ഏകദേശം ഒരു 1-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഓക്കെ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞ് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിന്റെ അടുത്തൊരു വൈറ്റ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല്? 2014 മോഡൽ 15 രജിസ്റ്റർ. 14 മോഡൽ 15 രജിസ്റ്റർ അല്ലേ? 2 വീലർ ഓട്ടോമാറ്റിക് കേരള വണ്ടി. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 3 ലക്ഷം ഓടിയിട്ടുണ്ട്. പക്ഷെ ഷോറൂം സർവീസ് ആണ്. ഓക്കെ. പക്ക വെൽ മെയിൻറ്റൈൻഡ് വാഹനം അല്ലേ? അതെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 15.5 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 15.5 ലക്ഷം അല്ലേ? ഒരു 10,50,000 രൂപ നമുക്ക് വണ്ടി ഇറക്കം ചെയ്യാം. 50,000 രൂപക്ക് ഇറക്കാം. ഒറിജിനൽ കേരള വണ്ടി. അതും ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള A to Z ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള ഒരു കിഡ്ലം വാഹനം. 2 വീലർ ഓട്ടോമാറ്റിക് അല്ലേ? നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 50,000 വണ്ടി ഇറക്കാം. 50,000 രൂപക്ക് ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് ടയോട്ട ഇനോവ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2016 ഫ്രീ ആണ്. നിലവിൽ ഇപ്പൊ കേൾട്ടണിലെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് G4 അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപ അല്ലേ? ഒരു 10-75 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം സുഖമായിട്ട്. 10-75 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ലൊരു കിഡ്ല ഇനോവ. അത് നമുക്ക് പിന്നെ ഫുള്ള് വാറണ്ടിയിൽ തന്നെ കൊടുക്കാം. പക്ക ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. വീണ്ടും ഒരു ഇനോവ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2011 മോഡൽ. 15 മോഡൽ. 11 മോഡൽ. ഈ ഓപ്ഷൻ ആണ്. ഓക്കെ. അന്നത്തെ ഫുൾ ലോഡ്. അതെ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്.
കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 2 ലക്ഷം ഓടിയിട്ടുണ്ട്. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കലി ഫിറ്റ് അല്ലേ? ഗ്യാരണ്ടി ആണ് കൊടുക്കുക. ഗ്യാരണ്ടി ആണ് കൊടുക്കുക. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,20,000 കൊടുക്കാം. 6,20,000 അതെ. ബഡ്ജറ്റ് പ്രൈസിൽ ഒരു ഇന്നോവ, അതും 6,20,000 നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവോ? ലോൺ നമുക്കൊരു 5 ലക്ഷം രൂപ വരെ മാക്സിമം ചെയ്ത് കൊടുക്കാം. 5 ലക്ഷം രൂപ വരെ നമുക്ക് 4.5 ചെയ്യാൻ പറ്റും. അടുത്തൊരു 6 സീറ്റർ വാഹനമാണ് XL6. നെക്സൈൽ വരുന്ന വാഹനമാണ്. മാരുതി സുസുക്കി KL87 കൊടുവള്ളി രജിസ്ട്രേഷൻ. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളല്ലാണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 മോഡൽ. 21 ഹൈബ്രിഡ് ആയിരിക്കും. ഹൈബ്രിഡ്. ഓക്കെ. അത്യാവശ്യം മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും നല്ല കംഫർട്ടുള്ള ഒരു വാഹനം. എത്ര നമ്മൾ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 31,000 കിലോമീറ്റർ. 31,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. മാനുവൽ അല്ലായിരുന്നു? മാനുവൽ. നമുക്ക് എത്ര ചോദിക്കുന്നത്? നമുക്ക് 9 ലക്ഷം രൂപ കൊടുക്കാം. 9 ലക്ഷം ഒരു ബെസ്റ്റ് പ്രൈസ് അല്ലേ? ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഫുൾ ഫിനാൻസ് ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ നല്ലൊരു കിഡ്ലം XL6 അല്ലേ? നമുക്ക് കമ്പനിയിലേക്ക് ബുക്കിംഗ് വരുന്ന ഒരു വണ്ടിയാണ്. പുതിയ വണ്ടി അല്ലേ? അതുകൊണ്ട് അതിന്റെ നേരെ നമുക്ക് അരീനയിൽ വരുന്ന ഒരു വാഹനമാണ് എർട്ടിക. എങ്ങനെയായിരുന്നു? ഇത് 2022 ZX ഓട്ടോമാറ്റിക്. അപ്പൊ ഇതിന് സെയിം സെഗ്മെന്റ് തന്നെയാണ്. നമുക്ക് ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇതാവണം. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു എർട്ടിക വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 36,000 കിലോമീറ്റർ. ഇതും ലോ കിലോമീറ്റർ തന്നെയാണ് വരുന്നത്. അതും ഓട്ടോമാറ്റിക് ആണ്, ഹൈബ്രിഡ് ആണ്. സോ നല്ല മൈലേജ് കാര്യങ്ങൾ, നല്ല കംഫർട്ടും ഉണ്ടാവും. സുഖമായിട്ട് 7 പേർക്ക് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്കൊരു 9,60 കൊടുക്കാം. 9,60 ഫുൾ ഫിനാൻസ് കൊടുക്കട്ടോ. ഇതും ഫുൾ ഫിനാൻസിലാ. അപ്പൊ അതാണ് നമുക്ക് 7 സീറ്ററുകളൊക്കെ നമുക്ക് ഫുൾ ഫിനാൻസിൽ കിട്ടുന്ന നല്ലൊരു അടിപൊളി പാർട്ടാണ്. ഇതിന്റെ ഒരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ Z ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? Z ഓട്ടോമാറ്റിക്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 1,17. ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 18 ലക്ഷം രൂപ കൊടുക്കാം. 18 ലക്ഷം രൂപ അല്ലേ? അതെ. ഇന്ത്യയിലും എക്സ്ട്രാ പക്ക നീറ്റ് ആണ്. നല്ല അടിപൊളി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. Z 2.8 അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി? 1 ലക്ഷം രൂപ ഇറക്കാം. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തൊരു പാർട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. നമ്മൾ ചെറിയ പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്. അടുത്തൊരു പാർട്ടിൽ നമുക്ക് കിടലൻ ചെറുവാഹനങ്ങൾ നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മളുണ്ടായിരുന്നത് ബിക്ടോയിലാണ്. അതുകൊണ്ടില്ല നിങ്ങൾ ചെറുകാറുകളൊക്കെ ഇഷ്ടം പോലെ ചെറിയ ബഡ്ജറ്റുള്ള വാഹനങ്ങൾ നമ്മൾ അടുത്തൊരു പാർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഫുൾ ഓണുള്ള വാഹനങ്ങളുണ്ട്. അപ്പോൾ അഫ്സൽക്ക് നമ്മുടെ ലൊക്കേഷൻ കൂടി എന്ന് പറഞ്ഞാണെങ്കിൽ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി. അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് വീഡിയോ വരുന്നവരെ കൊണ്ടാണ്.